മടങ്ങി വന്നു അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് മടങ്ങി വരികയും അതിനുശേഷം വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം കാലം ചെയ്യുകയും ചെയ്തു എന്നുള്ള ഒരു ഞെട്ടൽ ഈ സന്ദർഭത്തിൽ നമുക്ക് അനുസ്മരിക്കേണ്ടതാണ്. പൂജ, തീർച്ചയായും മാർഷലാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ. ഒരുപക്ഷെ ഏറെ ഞെട്ടലോട് കൂടിയായിരിക്കും ലോകം ഈ ഒരു വാർത്ത കേൾക്കുന്നത്. ഇരിക്കുന്ന സ്ഥാനം അതിൽ നിന്നുമെല്ലാം ഒരുപാട് വ്യത്യസ്തനായിക്കൊണ്ട് കൃത്യമായ നിലപാടുകളുമായി മുന്നിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് വിടവാങ്ങുന്നത് എന്നുള്ളതാണ്. തന്റെ പിൻഗാമിയായി സ്ഥാനമേറ്റതിനു ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യ വാക്കുകൾക്ക് ബെനഡിക്ട് 16 മാർപ്പാപ്പ നൽകുന്ന ഒരു വിശേഷണം, അതായത് ഹൃദയങ്ങളോടുള്ള സംസാരം, കൈകളിലൊന്നിൽ ദൈവത്തെയും മറ്റതിൽ മനുഷ്യനെയും വഹിച്ചുള്ളത് എന്നുള്ളതാണ്. മാർഷൽ ഈ പറയുന്ന രീതിയിലാണ്, അതായത് സംസാരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് എന്നുണ്ടെങ്കിൽ ആ ഭാഷ സ്നേഹത്തിൻ്റെതാണ് എന്നുകൂടി നമ്മൾക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും അത്രത്തോളം ശ്രദ്ധയോടുകൂടി ലോകം ഓരോ തവണയും കേട്ടിട്ടുണ്ട്. എന്തിനു പോലും ഈ ഈസ്റ്റർ ദിന സന്ദേശം പോലെ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടെടുക്കാം. യുദ്ധഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് അവരുടെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ഈസ്റ്റർ ദിന സന്ദേശം. ലോകത്ത് ശാന്തിയും സമാധാനവും പുലരണം എന്ന് എപ്പോഴും പറയുന്ന ഒരു മനുഷ്യൻ. ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്നതിലൂടെ തന്നെ താൻ വിശ്വാസികൾക്കൊപ്പം മാത്രമല്ല അവിശ്വാസികളെയും താൻ കൂടെ ചേർക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്തിലെ ഇതുവരെ കത്തോലിക്ക സഭ അതിൻ്റെ പരമ്പരാഗത രീതി വിട്ട് ചിന്തിക്കാത്തിടത്താണ് അദ്ദേഹം ആധുനികമായ രീതിയിലേക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്. വിശ്വാസി സമൂഹത്തോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള നിരവധി പ്രസ്താവനകളുണ്ട്. അതിൽ കന്യാസ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സ്വർഗ്ഗരതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാടുകളുണ്ട്. അങ്ങനെ ഒരു കത്തോലിക്ക സഭ ഏത് വഴിക്ക് നിന്നോ എന്നാൽ അതിൽ കൂടുതൽ പുരോഗമനപരമായ രീതിയിലേക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുണ്ടായിട്ടുള്ള ഒരു കരുതൽ ലോകം എന്നും ഓർക്കുന്നതാണ്. എന്ന് മാത്രമല്ല, സൗദി അറേബ്യ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു കഫീനിൽ ഉണ്ണിയേശുവിനെ കാണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ നിന്നിരുന്ന വൈരികൾക്കെല്ലാം ശാശ്വതമായ പരിഹാരമാകുന്നു എന്നുള്ള മറുപടിയായിരുന്നു. അമേരിക്ക നടത്തിയിട്ടുള്ള പല യുദ്ധകാര്യങ്ങളിലും ഉപരോധങ്ങളിലും എല്ലാം തന്നെ മാർപ്പാപ്പ ഇടപെടുകയും അതിൻ്റെ എല്ലാം സമയം മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ വിശ്വാസി സമൂഹത്തോടൊപ്പം മാത്രമല്ല ആധുനിക ലോകത്തോടൊപ്പം തന്നെ കൂട്ടത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലോകം അടയാളപ്പെടുത്തുക. അങ്ങനെയുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം നടത്തിയ യാത്രകളും അനാരോഗ്യകരമായിരിക്കുന്ന സമയത്തും അദ്ദേഹം തന്നെ ഉത്തരവാദിത്തങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ആ ഉത്തരവാദിത്തങ്ങളുടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്ക് വീൽ ചെയറിലേക്ക് ഞാൻ മാറ്റപ്പെടുമ്പോൾ വീൽ ചെയറിൽ ഇരുന്നാണെങ്കിലും ശരി, ഞാൻ എൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നു, ഞാൻ ഈ പദവിയിൽ നിന്നല്ല, ഞാൻ എൻ്റെ വിശ്വാസ സമൂഹത്തോളം എൻ്റെ യാത്രയിലാണ് എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ജീവിതത്തിൻ്റെ ഒരു വെളിച്ചം ബാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുമ്പോൾ ലോകം അദ്ദേഹത്തെ അറിയുക. സ്വാഭാവികമായിട്ടും പോപ്പ് ഫ്രാൻസിസ് എന്നുള്ളത് മാത്രമല്ല, ലോകത്തെ സ്നേഹിച്ച ഒരു കത്തോലിക്ക സഭയുടെ മാത്രമല്ല ലോകമെങ്ങുമുള്ളവർക്ക് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ കരുണ പകർന്നു നൽകിയിരുന്ന, ആശ്വാസം പകർന്നു നൽകിയിരുന്ന ഒരു മനുഷ്യന് എന്ന നിലയ്ക്ക് മാത്രമേ നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർമ്മിക്കുവാൻ സാധിക്കൂ. തീർച്ചയായും 2013 മാർച്ച് 13 അദ്ദേഹം കാത്തോലിക്ക സഭയുടെ 266 പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16 പാപ്പ ഫെബ്രുവരി 28 രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അർജന്റീനക്കാരനായ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു. ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെന്റുകളിലായിരുന്നു ജീവിതം പോലും. പൊതുഗതാഗത സംവിധാനത്തിൽ മാത്രം യാത്ര ചെയ്യുകയും ഇക്കോണമിക് ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം ഓരോ സമയത്തും ഓരോ ഇടങ്ങളിൽ എത്തുമ്പോൾ പോലും നമ്മളിപ്പോൾ ഈ സംസാരിച്ച രീതിയിലാണ്. ഏതെല്ലാം തരത്തിലാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ ലോകത്തിന് മുന്നിലേക്ക് എത്തുന്നത് എന്ന് ഓരോ സമയവും ലോകം കാതോർത്തിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ പല സമയത്ത് പോലും വിവാദമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഓരോ രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് സ്വർഗാനുരാഗം, ആ രീതിയിലുള്ള ഓരോ തലങ്ങളിലും അദ്ദേഹം കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഓരോ സമയത്തും സ്വീകരിച്ചു പോയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണോ ലോകത്തിൽ പ്രധാനമായും നടക്കുന്നത് അതിൽ ഓരോ കാര്യത്തിലും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നു. യുദ്ധം ഈ ലോകത്ത് പലയിടങ്ങളിലും നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അവിടെ
ശാന്തിയും സമാധാനവും പുലരണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ഈസ്റ്റർ ദിന സന്ദേശം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് പോലും കൃത്യമായിട്ട് പറഞ്ഞ് മുന്നിലേക്ക് പോകുന്നുണ്ടായിരുന്നു. മാർഷൽ വി സെബാസ്റ്റ്യൻ തുടരുന്നുണ്ട്. മാർഷൽ, ഇപ്പോൾ അദ്ദേഹം കാലം ചെയ്തു എന്നുള്ള വിവരം വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനി മറ്റു കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് പോവുക? ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഓരോ പ്രതികരണങ്ങളും വരുന്നത്? സ്വാഭാവികമായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ഒരു ഞെട്ടലിലൂടെയാണ് ലോകവും കേൾക്കുക. അതിന് കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അദ്ദേഹം അസുഖബാധിതനായി കിടക്കുന്നതിന് ശേഷം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മടങ്ങിവരവാണ് നമ്മൾ കണ്ടത്. ആ മടങ്ങിവരവിന് ശേഷമാണ് ഇപ്പോൾ ഉയിർപ്പ് പെരുന്നാളിന് തൊട്ട് പിറ്റേന്ന് തന്നെ അദ്ദേഹം കാലം ചെയ്തു എന്നുള്ള ദുഃഖകരമായ വാർത്ത വരുന്നത്. ഇനിയും തുടർ നടപടികളാണ്. തുടർ നടപടികൾ സ്വാഭാവികമായിട്ടും ഒരു മാർപ്പാപ്പ കാലം ചെയ്തു കഴിഞ്ഞതിന് ശേഷം റോമിൽ അടുത്ത ചുമതലയിലേക്ക് ആര് വരണമെന്നുള്ളത് ഒരു പാപ്പൽ കോൺക്ലേവിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആ കോൺക്ലേവിന് വേണ്ടിയുള്ള അറിയിപ്പ് ഇനിയും വത്തിക്കാനിൽ നിന്നുണ്ടാകും. അതുവരെ ഇതിൻ്റെ തുടർക്കർമ്മങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കില്ല. വത്തിക്കാനാണ് ഇനിയും ഇതിൻ്റെ തുടർ നടപടികൾ, മാർപ്പാപ്പ കാലം ചെയ്തതിന് ശേഷമുള്ള മറ്റു കാര്യങ്ങളിലേക്കുള്ള വിശദാംശങ്ങളെല്ലാം നൽകേണ്ടത് വത്തിക്കാനാണ്. വത്തിക്കാൻ്റെ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനിയുള്ള തുടർ നടപടികൾ എന്താണെന്ന് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഒരു മാർപ്പാപ്പയുടെ കാലശേഷം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനായി കർദിനാൾമാരുടെ ഒരു യോഗം ചേരേണ്ടതുണ്ട്. അത് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിലാണ് ഒത്തുചേരുന്നത്. അതാണ് സ്വാഭാവികമായിട്ടും പാപ്പൽ കോൺക്ലേവ് എന്നറിയപ്പെടുന്നത്. അതൊക്കെയാണ് ഇനിയുള്ള തുടർ നടപടികൾ. ഏതായാലും പോപ്പ് ഫ്രാൻസിസിൻ്റെ മരണത്തോട് ലോകം ഒരു ഞെട്ടലോട് കൂടി മാത്രമേ കാണൂ. കാരണം യുദ്ധങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ ഉപരോധങ്ങൾക്കെതിരെയും എല്ലാ കാലത്തും അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്ത അക്കാലം മുതൽ തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിലും, അതായത് പോപ്പ് ഫ്രാൻസിസ് എന്ന മനുഷ്യൻ അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കുമ്പോൾ എന്താണോ സഭയിൽ നിന്നത്, ആഗോള സഭയിലും പൗരസ്ത്യ കത്തോലിക്ക സഭയിലും ഒക്കെ നിലനിന്നിരുന്ന പ്രശ്നങ്ങളോടെല്ലാം വളരെ ശാന്തനും സൗമ്യനുമായി തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പ്രതികരണം വളരെ ശക്തവുമായിരുന്നു. അത് രാജ്യങ്ങൾക്കെതിരെയായാലും അതോടെ മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഹത്യകൾക്കെതിരെയും വംശവെറിക്കെതിരെയും എല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിലേക്ക് പ്രതികരിച്ചിരുന്ന ജനകീയനായിരുന്ന പുരോഗമന സ്വഭാവമുള്ള ഒരു മാർപ്പാപ്പ എന്ന് മാത്രമേ നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓരോ ഇടപെടലുകളും ഓരോ വാക്കുകളും അത് ഓരോന്നായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ഓർമ്മകളിലേക്ക് വരുന്നത് അദ്ദേഹം സൗദി അറബി രാജ്യങ്ങൾ സന്ദർശിക്കുന്ന മാർപ്പാപ്പയായി മാറുന്നു എന്ന് മാത്രമല്ല, സഭയ്ക്കുള്ളിലുണ്ടാകുന്ന കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന മനുഷ്യനാവുന്നു. ഇങ്ങനെയെല്ലാം തന്നെ ഈശോ സഭയിൽ നിന്ന്, ജെസ്യൂട്ട് സഭയിൽ നിന്ന് എത്തി അതിനുശേഷം കത്തോലിക്ക സഭയുടെ